ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനമാണ് ബ്രസീലിയൻ സ്ട്രൈക്കർമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജാവോ പെഡ്രോയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ചെൽസി റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഈ മത്സരത്തിൽ ജാവോ പെഡ്രോ 2 കിടിലൻ ഗോളുകൾ നേടിയിട്ടുണ്ട്. 9.1 അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആയിക്കൊണ്ടുവരുന്നത്. പ്രീ സീസണിൽ തകർപ്പൻ ഫോമിൽ ജാവോ പെഡ്രോ കളിക്കുന്നു. 5 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് ഓരോ 44 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ജാവോ പെഡ്രോക്ക് സാധിക്കുന്നു. ബ്രസീൽ ഇദ്ദേഹത്തെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താതെ പോയത് വലിയ ഒരു നഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി മറ്റൊരു താരം ഇഗോർ തിയാഗോയാണ്. ഇന്നലെയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് ബ്രെൻഫോർഡ് ഫ്രാങ്ക്ഫർട്ടിനെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ ഇഗോർ തിയാഗോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2 മത്സരങ്ങളാണ് പ്രീ സീസണിൽ അദ്ദേഹം കളിച്ചത്. അതിൽ നിന്ന് 3 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ ഇഗോർ തിയാഗോക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. കൂടാതെ റിച്ചാർലിസണും ഇന്നലെ ഗോളടിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ടോട്ടൻഹാം ഹോഫൻഹെയിമിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ റിച്ചാർലിസൺ 1 ഗോൾ നേടിയിരുന്നു. അതോടൊപ്പം നെയ്മർ ജൂനിയറുടെ ഒരു പ്രകടനം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വേൾഡ് കപ്പിന് ശേഷം മാരക ഫോമിലാണ് നെയ്മർ കളിക്കുന്നത്. അതായത് 5 മത്സരങ്ങൾ സാന്റോസിന് വേണ്ടി നെയ്മർ കളിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് 5 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു. 2 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ 2 കിടിലൻ അസിസ്റ്റുകൾ നെയ്മർ സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ബ്രസീലിന്റെ സ്ട്രൈക്കർമാർ ഇപ്പോൾ നല്ല രൂപത്തിൽ കളിക്കുന്നു. പ്രത്യേകിച്ച് ജാവോ പെഡ്രോയുടെ ഒരു മികവ് അത് ബ്രസീലിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.